CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര അത്താണി പാലത്തിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തി. TM മഹൽ ഓഡിറ്റോറിയത്തിന് മുൻവശത്ത് പാലത്തിന്റെ കിഴക്കേ റൺവേയിൽ 40 മീറ്ററോളമാണ് വിള്ളൽ രൂപപ്പെട്ടത്. പാലത്തിലെ വിള്ളൽ സിമന്റ് ഉപയോഗിച്ച് അടയ്ക്കാനും ശ്രമം. ആനായിക്കൽ ചെമ്മണ്ണൂരിൽ BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 6 പേർക്ക് പരിക്ക്. മുൻപ് നടന്ന പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു ഞായറാഴ്ചത്തെ സംഘടനവും. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുന്നംകുളം നഗരസഭയിൽ തെരുവുനായകൾക്കായി ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതിന് സ്ഥലം കണ്ടെത്തും. തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘമായ പാൽ സൊസൈറ്റിയിൽ ക്ഷീരകർഷകർക്ക് നൽകാനുള്ള തുക നൽകാത്തതിൽ BJP പ്രതിഷേധിച്ചു. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി പാലത്തിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരനെ പരിക്കേറ്റു. പരിക്കേറ്റ പൊന്നാനി സ്വദേശി സൈനുൽ ആബിദീനെ ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നിയൂർകുളത്ത് വീട്ടിൽ നിന്ന് 3 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. ആൽത്തറ നാലപ്പാട്ട് റോഡിൽ തടത്തയിൽ വീട്ടിൽ 78 വയസ്സുള്ള രാധാകൃഷ്ണൻ നായരാണ് മരിച്ചത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നോക്കിയപ്പോഴാണ് മരിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിലുള്ള തെക്കേപുരയ്ക്കൽ തറവാട്ടു ക്ഷേത്രമായ ശ്രീരുദ്ര ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ പൊളിച്ച് മോഷണം. ഗുരുവായൂർ ടെമ്പിൾ പോലീസെത്തി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ YMCAയുടെ നേതൃത്വത്തിൽ മഹാകുടുംബ സംഗമവും കാരുണ്യ പ്രവർത്തന ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ചർച്ച നടത്തി. അശോകൻ ചെരുവിൽ സീരാവുണ്ണി എന്നിവർ അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ വിവരിച്ചു. പഴഞ്ഞിയങ്ങാടി കൂട്ടായ്മ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ ++ കരസ്ഥമാക്കിയ 50ഓളം വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. കാഞ്ഞിരക്കോട് ജനസേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന കർക്കിടക ഔഷധക്കഞ്ഞി മരുന്നുകിറ്റിന്റെ വിതരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് നിർവഹിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. ചൂണ്ടൽ പയ്യൂർക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ഇല്ലം നിറ ആഘോഷിച്ചു. എരുമപ്പെട്ടി ഫൊറോന കുടുംബ കൂട്ടായ്മ ജനറൽ ബോഡി യോഗവും ആദരം 2025 എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 9ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 വിജയികളെ അനുമോദിക്കലും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെത്താനിയം 2025 പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. 1973 മുതൽ 2020 വരെയുള്ള ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന രാമായണ പാരായണം ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിച്ചു. കാർഗിൽ വിജയദിനത്തിൽ കാർഗിൽ യുദ്ധം നയിച്ച യുദ്ധസേവാ മെഡൽ ജേതാവ് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യനെ ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലെ അമർ ജവാൻ സ്തൂപത്തിന് സമീപം ആദരിച്ചു. പൊന്നിയൂർകുളം പരൂർ കുപ്പർവള്ളി സ്കൂളിലേക്കുള്ള ദിശാ ബോർഡ് യൂത്ത് വിംഗ് ആറ്റുപുറം ക്ലബ്ബ് നിർമ്മിച്ചു നൽകി. ചാവക്കാട് തിരുവത്ര അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തിരുവത്ര പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങൾ നട്ടു. ഹരിത കേരള മിഷന്റെ ചങ്ങാതിക്കൊരുത്തായി പദ്ധതിയുടെ പൊന്നിയൂർകുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം ചമ്മന്നൂർ GMLP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചെറുമനേങ്ങാട് കോൺകോഡ് സ്കൂളിൽ AI വർക്ക്ഷോപ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.